ഹായ്, ഞാൻ ശ്രീറാം. അരയാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ, അതെ, അധ്യാപക ദിനം. എന്തുകൊണ്ട് ഇന്ത്യയിലെ അധ്യാപകർക്കായിട്ട് ഈ സെപ്റ്റംബർ 5 തന്നെ ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു? അതിൻ്റെ പിന്നിൽ ഒരു മഹത് വ്യക്തി ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മദ്രാസ് പ്രൊവിൻസിൽ 1888 സെപ്റ്റംബർ 5 ജനിച്ച ഒരു എഡ്യൂക്കേറ്റർ, അതുപോലെ തന്നെ ഒരു ഫിലോസഫർ, ഒരു സ്റ്റേറ്റ്മാൻ എന്നൊക്കെ രീതിയിൽ പ്രശസ്തി ആർജിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ഭരണത്തലവൻ എന്നതിലൊക്കെ ഉപരി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഫീൽഡ് ടീച്ചിങ് തന്നെയാണ്. കാരണം അതിന് അദ്ദേഹം ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ടീച്ചിങ് പ്രൊഫഷണലിന് മാത്രമേ മറ്റു പ്രൊഫഷണൽസിനെ വാർത്തെടുക്കാൻ പറ്റൂ. അപ്പം ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷണലിലോട്ടും വാർത്തെടുക്കാൻ പറ്റും, മറ്റ് പ്രൊഫഷണൽസിലോട്ടും. അതുമാത്രമല്ല, അദ്ദേഹം ടീച്ചിങ് ഫീൽഡിനെ ഇഷ്ടപ്പെട്ടിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു അധ്യാപകനാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരാണ് നമ്മുടെ സമൂഹത്തിൽ പ്രതീക്ഷയായ പുതുതലമുറയ്ക്ക് വഴികാട്ടികളാകുന്നത്. വീട്ടിൽ നിന്നും പിള്ളേർക്ക് എല്ലാവർക്കും കിട്ടുന്ന അനുഭവങ്ങളും അറിവും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ അധ്യാപകരാണ് അവരെ നേർവഴിക്ക് കാട്ടുന്നത്. അധ്യാപകരാണ് അവരുടെ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നത്. അധ്യാപകരാണ് അവരുടെ ചിന്താഗതികൾ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ അധ്യാപകർക്ക് ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിലുള്ള ഇമ്പോർട്ടൻസ് നമുക്കൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് നമ്മുടെ പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ അധ്യാപകർ എടുക്കുന്ന ഒരു എഫേർട്ട് അത് വളരെ വലുതാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഫീൽഡിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെ സെപ്റ്റംബർ 5 ഇന്ത്യയുടെ അധ്യാപക ദിനം ആയി ആചരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വെൽവിഷേഴ്സും ഫ്രണ്ട്സും സ്റ്റുഡൻസും ഒക്കെ കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ജന്മദിനമെന്നല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത്, അത് ഒരു അധ്യാപക ദിനമായിട്ട് ആഘോഷിച്ചാൽ അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഒരു നല്ലൊരു കാഴ്ചപ്പാടുള്ള, ഒരു രാഷ്ട്രബോധമുള്ള ഒരു അധ്യാപകന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റൂ, ഇത്രയും നിസ്വാർത്ഥമായിട്ട്. ആയതുപോലെ തന്നെ നമുക്ക് എസ് രാധാകൃഷ്ണൻ സാറിന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മറന്നുകൂടാത്ത വേറൊരാളുണ്ട്, നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഇവർ രണ്ടുപേരും ടീച്ചിങ് ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അബ്ദുൽ കലാം സാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട്ടുള്ള മീഡിയ ഇൻട്രാക്ഷൻ ആണെങ്കിലും, അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്നതാണെങ്കിലും ശരി, എന്ത് മോട്ടിവേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എവിടെ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത്രയും മോട്ടിവേഷണലായിട്ട് സംസാരിക്കാൻ പറ്റുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അഗാധമായ വായനയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ടീച്ചറായിട്ടുള്ള എക്സ്പീരിയൻസും തന്നെയാണ് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയിട്ടുള്ളതിന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി എനിക്ക് ഇന്നത്തെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മളൊരു ദിവസം സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആചരിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് അധ്യാപകന്മാരോടുള്ള ഉത്തരവാദിത്തം തീരുന്നില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകർ പറയുന്നത് അനുസരിക്കാനും അവരെ മാതൃകയാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ സാമൂഹ്യ ബോധത്തോടെ വളർന്നു വരുവാനും എല്ലാം നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ അധ്യാപകർ, നിങ്ങൾ ഇതുപോലുള്ള ഇത്രയധികം ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് ഇത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത്. നിങ്ങളൊരു ജീവിതമാർഗം എന്നതിലുപരി ഒരു പാഷനായി കണ്ട് തന്നെ വിദ്യാർത്ഥികളിലോട്ട് ഇറങ്ങിച്ചെല്ലണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവരുടെ മാനസികവും എന്ത് പറയാൻ വേണ്ടി അവർക്ക് ഒരു സാമൂഹികപരമായ വളർച്ചയ്ക്ക്, ബുദ്ധിവികാസത്തിനൊക്കെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സ് ഡേ പറ്റി സംസാരിക്കുന്നതിന് പിറകിൽ വേറൊരു സംഭവം കൂടെയുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് മോഡൽ BHS സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കൊഞ്ചിറവിള സ്കൂളിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർഡ് ആകുന്നത്. HM ആയിട്ട് തന്നെ, ഹെഡ് മാസ്റ്ററായിട്ട് തന്നെ റിട്ടയർഡ് ആകുന്നത്. അപ്പോൾ ഡാഡി 2019 മരിച്ചു. അപ്പോൾ ഡാഡിയുടെ ഒരു പേപ്പേഴ്സിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ഈ സ്കൂളിൽ പോവുകയും
കൊഞ്ചരവിള സ്കൂളിൽ പോകുമ്പോൾ HMൻ്റെ റൂമിൽ ഞാൻ പോകുമ്പോൾ അവിടെ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്ന കാര്യമാണ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അവിടെ ഇരുന്ന ഓരോ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ കൂടെ ഫോട്ടോസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഏതൊരു മകനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ടീച്ചിങ് ഫീൽഡിനല്ലാതെ വേറൊരു ഫീൽഡിലും ഇത്രയധികം ആത്മസംതൃപ്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, എല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ. ഗുഡ് ബൈ.